കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള സമൂഹം ആർക്കൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പെന്ന് PMA സലാം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരിഹസിക്കുകയുണ്ടായി. അതോടൊപ്പം കേരളത്തിലെ മുസ്ലിം സമൂഹം ഏത് പത്രത്തിൽ വരുന്നതാണ് അംഗീകരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരിക കൂടി ചെയ്തിരിക്കുന്നു എന്ന PMA സലാമിന്റെ പ്രസ്താവന വന്ന ഉടനെ കേരളത്തിലെ മുസ്ലിം സമൂഹം ആർക്കൊപ്പമാണെന്ന് കാണിച്ചു കൊടുത്തു. കേരളത്തിലെ മുസ്ലിം സമൂഹം സുന്നികളെന്ന നിലക്ക് ഗ്രൂപ്പിസം നോക്കാതെ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കൊപ്പമാണ് മുസ്ലിം സമുദായമുള്ളതെന്ന് കാണിച്ചു കൊടുത്ത മണിക്കൂറുകളാണ് കഴിഞ്ഞുപോയത്. അപകടം മണത്തെറിഞ്ഞ PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും PMA സലാമിനെ പാടെ തള്ളിയിരിക്കുകയാണ്. PMA സലാമിന്റെ പ്രസ്താവന മുസ്ലിം ലീഗിന്റെ നിലപാടല്ലെന്നും മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള പരാമർശങ്ങളെ പിന്തുണയ്ക്കുകയില്ലെന്നും അതാരായിരുന്നാലും അവരെ തള്ളുമെന്ന പ്രഖ്യാപനമായിരുന്നു പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രസ്താവന. ഇതുകൂടി കേട്ടപ്പോൾ വഹാബിയായിട്ടുള്ള PMA സലാം വഹാബികളുടെ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞ വാക്കുകൾ അവരെ തള്ളിക്കൊണ്ട് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവിടെയും മുസ്ലിം സമുദായത്തെ അപമാനിക്കാനാണ് PMA സലാം ശ്രമിച്ചിട്ടുള്ളത്. പിണറായി വിജയൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണെന്ന നിലക്ക് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഒരു ഭരണാധികാരിയെ അംഗീകരിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ കടമയാണ്. അതൊഴിച്ചു നിർത്തിയാൽ പിണറായി വിജയന് ഒരാത്മീയ പരിവേഷം നൽകി പിണറായി വിജയന്റെ ആശീർവാദത്തിന് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരായിട്ടാണ് PMA സലാം ചിത്രീകരിച്ചിട്ടുള്ളത്. പിണറായി വിജയന്റെ ആജ്ഞകൾക്ക് വേണ്ടി മുസ്ലിമീങ്ങൾ കാത്തുനിന്ന സമയമേതാണെന്ന് PMA സലാം വ്യക്തമാക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിക്കുന്ന പത്രമായി ദേശാഭിമാനി പത്രം എന്നാണ് മാറിയിട്ടുള്ളതെന്ന് PMA സലാം വ്യക്തമാക്കേണ്ടതുണ്ട്. സൈക്കിളിൽ നിന്ന് വീണ ചിരിച്ച് മലക്കം മറഞ്ഞത് കൊണ്ട് കാര്യമില്ല. PMA സലാം മുസ്ലിമീങ്ങളെ ഊന്നിക്കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ അനുയായികൾ കൂടിയായിട്ടുള്ള മുസ്ലിമീങ്ങളെ നേരെയാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. കേരളത്തിലുള്ളവർ PMA സലാമിനെ പോലെ വഹാബി പ്രസ്ഥാനത്തെ പോലെ ബുദ്ധിശൂന്യരല്ല. അവർ പ്രബുദ്ധരാണ്. അവർക്ക് രാഷ്ട്രീയമറിയാം, മതമറിയാം, മുസ്ലിം നേതാക്കളെ അറിയാം, രാഷ്ട്രീയ നേതാക്കളെയും അറിയാം. അതുകൊണ്ട് തന്നെ പ്രബുദ്ധരായ മുസ്ലിം സമുദായത്തെ ഇനിയും വഞ്ചിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ കള്ളം പറഞ്ഞാൽ, മലക്കം മറിഞ്ഞാൽ PMA സലാമിന് രക്ഷപ്പെടാമെന്ന ധാരണ വേണ്ട. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി PMA സലാമിന്റെ രണ്ടാമത്തെ വീഡിയോ വന്നതിന് ശേഷവും അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. PMA സലാം ഉദ്ദേശിച്ചിട്ടുള്ളതും പരോക്ഷമായി ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് പരിഹസിച്ചിട്ടുള്ളത്. അതിന് മാപ്പ് പറയേണ്ടതിന് പകരം ജിഫ്രി മുത്തുക്കോയ തങ്ങളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, സുപ്രഭാതം പത്രത്തെയോ സിറാജ് പത്രത്തെയോ അല്ല, ദേശാഭിമാനി പത്രത്തെയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം മുസ്ലിം സമുദായത്തെ
പ്രതിനിധീകരിക്കുന്ന പത്രമല്ല ദേശാഭിമാനി പത്രം. മുസ്ലിം സമുദായം ആജ്ഞകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നേതാവല്ല പിണറായി വിജയൻ. മുസ്ലിമീങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ താങ്കൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. അതൊന്ന് താങ്കൾ തന്നെ കേട്ടു നോക്കുന്നത് വളരെ നന്നായിരിക്കും. ആ വാക്കുകളാണ് തിരുത്തേണ്ടത്, അതിനാണ് മാപ്പ് പറയേണ്ടത്. അല്ലാതെ മുസ്ലിം സമുദായം PMA സലാമിന് മാപ്പ് തരികയില്ല. PMA സലാമിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക. ബഹുമാനപ്പെട്ട ജഫരി തങ്ങളെ ഞാൻ ഒളിയമ്പ് ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട ജഫരി തങ്ങളെ അപമാനിക്കാനാണ്. ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ചു. മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന LDF സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് അയാൾ 3ാം സ്ഥാനത്ത് പോയി. വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് 3ാം സ്ഥാനത്ത് പോയത്. വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ പ്രസ്താവന ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ ജഫരി തങ്ങളുടെ പേരിലാക്കി മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ജഫരിയെ അപമാനിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ കാല് മാറ്റി കൊണ്ടുവന്ന് ഇത്രത്തോളം അപമാനിച്ച മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം 3ാം സ്ഥാനത്ത് പോയത്. ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു അത് തന്നെയാണ്. അത് മാറ്റിമറിക്കാൻ കാലങ്ങളായി നടക്കുന്ന ചില ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ വ്യാജമായ പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി കേൾക്കുക. പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ്. എപ്പോഴാണ് മുസ്ലിമീങ്ങൾ പിണറായി വിജയനോടൊപ്പം നിന്നിട്ടുള്ളത്? അങ്ങനെ പിണറായി വിജയനോടൊപ്പമാണ് മുസ്ലിം സമൂഹം നിന്നിരുന്നതെങ്കിൽ ജഫരി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് PMA സലാം പറഞ്ഞ വാക്കുകൾ മാറ്റി പറയേണ്ടി വരുമായിരുന്നില്ല. പിണറായി വിജയനെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് പരാമർശിക്കുകയും ചെയ്യുമായിരുന്നില്ല എന്ന് PMA സലാം ഓർക്കുന്നത് വളരെ നല്ലതാണ്. മലക്കം മറിഞ്ഞാലും മാറ്റിപ്പറഞ്ഞാലും മുസ്ലിം സമുദായം പുറത്തു തരണമെങ്കിൽ ജഫരി മുത്തുക്കോയ തങ്ങളോട് മാപ്പ് പറയുക തന്നെ വേണം. ആരാണ് മുസ്ലിം സമുദായം? ആരോടൊപ്പമാണ് മുസ്ലിം സമുദായമുള്ളത്? PMA സലാമിന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഒരു രാഷ്ട്രീയ നേതാവിനും അത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിൽ പോകുന്നവരല്ല മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾക്കൊരു നിലപാടുണ്ട്. സുന്നി പണ്ഡിതന്മാരെ തൊട്ടുകളിക്കാൻ ഒരു മുസ്ലിം പേരുള്ളതോ അല്ലാത്തതോ ആയ പാർട്ടികളെയും അനുവദിക്കുകയില്ല എന്ന് PMA സലാമിന് തെളിയിച്ചു കൊടുത്ത കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.